NOS Max Class 10 Chapter 2 Exponents and Radicals Part 5 കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞത് സേഡുകൾ കുറിച്ചും ഇൻഡെക്സ് ഓർഡർ ഇതിനു മുമ്പ് നമ്മൾ എക്സ്പോണൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സേഡുകളുടെ കുറച്ച് ലോകളും അതുപോലെ ലേക്ക് സേഡുകൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എങ്ങനെയാണ് ഒരു സേഡിനെ മാറ്റാമെന്നുള്ളതും 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഓൺ സേഡ്സിൽ വരുന്ന 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻ അഥവാ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ തുടങ്ങിയുള്ള 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷനും എങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഓക്കെ, ആദ്യമായി ലോസ് ഓഫ് സേഡ്സ്. Recall that the sets can be expressed as numbers with fractional exponents. Therefore, laws of indices studied in this lesson before are applicable to them also. Let us recall. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസ് പറഞ്ഞിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ള ലോകളൊക്കെ നമുക്ക് സേഡിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. n root x n root y is equal to n root x into y. ഇതിനെ തന്നെ നമുക്ക് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ റൂട്ടിനെ എക്സ് റൈസ് ടു 1/n എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതാം. 1/n ഇൻറ്റു 1/y ഇൻറ്റു y റൈസ് ടു 1/n is equal to xy റൈസ് ടു 1/n എന്നുള്ള രൂപത്തിലേക്ക് എഴുതാമെന്ന് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇതിൽ രണ്ടാമത്തെ ലോ കടന്നു വരുന്നത് n റൂട്ട് എക്സ് ബൈ n റൂട്ട് വൈ ഇസ് ഇക്വൽ ടു n ഓൾ റൂട്ട് എക്സ് ബൈ വൈ. അതുപോലെ ഇതിനെ നമുക്ക് ഏത് രൂപത്തിലേക്ക് എഴുതാം? ഓർ എക്സ് റൈസ് ടു 1/n അതെ ബൈ വൈ റൈസ് ടു 1/n. ഇതൊക്കെ നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞതാണ്. ഒരു എക്സ്പോണൻ്റ് എങ്ങനെയാണ് റൂട്ടാക്കി എഴുതാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. അത് തന്നെയാണ് സേഡിലും വരുന്നത്. ഇവിടെ m റൂട്ട് n റൂട്ട് എക്സ് ഇക്വൽ ടു mn റൂട്ട് എക്സ്. ഇതിനെ തന്നെ നമുക്ക് ഈ രൂപത്തിലേക്ക് എഴുതാൻ സാധിക്കും. 1/n എക്സ് റൈസ് ടു 1/n ഓൾ റൈസ് ടു 1/m എന്ന രൂപത്തിലേക്ക് എഴുതാം. ഈസ് ഇക്വൽ ടു എക്സ് ഇൻറ്റു ഓൾ റൈസ് ടു എക്സ് റൈസ് ടു 1/m ഇൻറ്റു n. ഈ രൂപത്തിലുള്ള എഴുതുന്നത് ഈ രൂപത്തിലേക്ക് എഴുതാൻ കഴിയുമെന്നുള്ളത് വളരെ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിനേതായാലും നമുക്ക് ഏതായാലും ചില ഉദാഹരണത്തിലൂടെ പരിചയപ്പെടാം. Here x and y are positive rational numbers and m and n and p are positive integers. Let us illustrate these laws by examples. ഇതാണ് ചില ഉദാഹരണങ്ങൾ വഴി നമുക്ക് പറയാം. റൂട്ട് ക്യൂബ് റൂട്ട് 3 ക്യൂബ് റൂട്ട് 8 ഇസ്ക്വൽ ടു നമുക്ക് ഇതിനെ 3 റൈസ് ടു 1/3 എന്ന് എഴുതും. അതേപോലെ 8 റൈസ് ടു 1/3 എന്നുള്ള രൂപത്തിലേക്കും എഴുതാൻ സാധിക്കുന്നതാണ്. ഇതിനെ തന്നെ നമുക്ക് 24 റൈസ് ടു 3 ഇൻറ്റു 8 ഈസ് ഇക്വൽ ടു 24 ആണല്ലോ. 24 റൈസ് ടു 1/3 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് ഇത് തിരിച്ചെഴുതിയ പോലെ ഈ 3 റൈസ് ടു 1/3 എന്നുള്ളത് ഈ രൂപത്തിലേക്ക് എഴുതുന്ന പോലെ 24 റൈസ് ടു 1/3 എന്നുള്ളത് 24 റൂട്ട് ക്യൂബ് റൂട്ടാക്കി നമുക്ക് എഴുതാൻ സാധിക്കും. അതിനെ തന്നെ ഒന്നും കൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. ക്യൂബ് റൂട്ട് ഇൻറ്റു 3 ഇൻറ്റു 8 എന്നുള്ള രൂപത്തിലേക്ക്. ഇങ്ങനെയാണ് ലോസ് ഓഫ് എക്സ്പോണൻ്റ് സേഡിലും വരുന്നത്. അതുപോലെ ഒന്ന് രണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞതിൻ്റെ എക്സ്പാൻഡ് ചെയ്ത രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഉദാഹരണങ്ങളാണ്. 5 റൈസ് ടു 1/3 ബൈ 9 റൈസ് ടു 1/3 ഈക്വൽ ടു 5/9 ഓൾ റൈസ് ടു 1/3 ഈക്വൽ ടു നമുക്ക് ക്യൂബ് റൂട്ട് 5/9 എന്നുള്ള രൂപത്തിലേക്ക് എഴുതാം. An important point: the order of a set can be changed by multiplying the index of the set and index of the radicand by the same positive number. നമുക്ക് ഇത് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ വളരെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ്.
ഇതിൻ്റെ ഓർഡറിനെയും അതേപോലെ ഇതിനുള്ളിൽ ഏതാണ് റാഡിക്കൻറ്റിനെയും നമ്മൾ ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സെയിം ആയ പോസിറ്റീവ് നമ്പർ തന്നെ കിട്ടും. ഇവിടെ ഉദാഹരണത്തിന് 2 ക്യൂബ് റൂട്ട് എഴുതിയിട്ടുണ്ട്, ക്യൂബ് റൂട്ട് 2 എഴുതിയിട്ടുണ്ട്. ഇതിന് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഈ 3 എന്നുള്ളതിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ റാഡിക്കൻ്റായി 2a എന്നുള്ളതിനെയും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6 റൂട്ട് 2 സ്ക്വയർ എന്നുള്ള രൂപത്തിലേക്ക് എഴുതാം. ഇത് നമുക്ക് ഏരിയ എക്സ്പാൻഡ് ചെയ്ത് ഈ രൂപത്തിലേക്ക് എഴുതാം. അപ്പം ഇത് രണ്ടും ഒരേ വാല്യൂയിലാണുള്ളത്, വാല്യൂ ഇവിടെ മാറുന്നില്ല. അതേപോലെ മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 4 ആണ് ഓർഡറായി വന്നിട്ടുള്ളത്, റാഡിക്കൻ്റായിട്ട് 3 ആണുള്ളത്. രണ്ടിനെയും ഒരേ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 × 2 = 8, 3 സ്ക്വയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3 സ്ക്വയർ = 9, 8 റൂട്ടാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിലേക്ക് നമുക്ക് രണ്ട് സംഖ്യകളെയും ഓർഡറിനെയും ഇൻഡെക്സ് ഓഫ് റാഡിക്കൻറ്റിൻ്റെ ഇൻഡെക്സിനെയും സൈഡിൻ്റെ ഇൻഡെക്സിനെയും ഒരേ സംഖ്യകൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാല്യൂ മാറാതെ തന്നെ നമുക്ക് അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ലേക്ക് സൈഡുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. Two sides are said to be similar if they can be reduced to the same rational factor without consideration for coefficient. അതിൻ്റെ കോയിഫിഷ്യൻ്റ് എന്താണെന്ന് പരിഗണിക്കാതെ, കോയിഫിഷ്യൻ്റ് നോക്കാതെ അത് രണ്ടും നമുക്ക് ഒരേ ഇറാഷണൽ ഫാക്ടറിലേക്ക് മാറ്റാൻ കഴിയുന്നുവെങ്കിൽ അത് രണ്ടും സിമിലിയർ സൈഡുകളാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് ഉദാഹരണം നോക്കാം. ഫോർ എക്സാമ്പിൾ 3 × √5, 7 × √5. ഇവിടെ ഇത് രണ്ടും സിമിലർ സൈഡുകളാണ്. കാരണം 3ഉം 7ഉം കോയിഫിഷ്യൻ്റ് നമ്മൾ നോക്കുന്നില്ല. എഗെയിൻ √75 = 5 × √3. ഈ √75 സ്ക്വയർ റൂട്ട് 75 നമുക്ക് 5 × √3 എന്ന് എഴുതാം. ആൻഡ് 12 = 2 × √3. ഇതിനെ നമുക്ക് 12 = 2 × √3 എന്ന് എഴുതാം. അപ്പോൾ now √75 and √12 are expressed as 5 × √3 and 2 × √3. Thus they are similar sides. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സിമിലിയർ സൈഡുകളാണെന്ന് പറയാം. കാരണം ഇതിൻ്റെ ഇറാഷണൽ ഫാക്ടറുകൾ രണ്ടും ഈക്വലായി നമുക്ക് എഴുതാൻ കഴിയും. നമ്മൾ കോയിഫിഷ്യൻ്റ് ഇവിടെ നോക്കുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് സംഖ്യകളും നമുക്ക് സിമിലർ സൈഡുകളാണെന്ന് പറയാൻ സാധിക്കും. അതേപോലെ തൊട്ട് മുമ്പ് 3 × √5, 7 × √5 നമ്മൾ പറഞ്ഞല്ലോ, ഇത് സിമിലർ സൈഡുകളാണ് നമ്മൾ പറഞ്ഞതുപോലെ ഇത് രണ്ടും സിമിലർ സൈഡുകളാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇറാഷണൽ ഫാക്ടറുകളെയാണ് നോക്കുള്ളൂ. ഇറാഷണൽ ഫാക്ടറുകൾ നമുക്ക് ഈക്വലായി കാണിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ ലേക്ക് സൈഡ് എന്നാണ് പറയുന്നത്. Two sides are said to be similar if they can be reduced to the same rational factor without consideration for coefficient. അതിൻ്റെ കോയിഫിഷ്യൻ്റ് പരിഗണിക്കാതെ സെയിം റാഷണൽ ഫാക്ടറിലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതിനെ സിമിലർ സൈഡ് എന്നാണ് പറയുന്നത്. ഇനി ഒരു സൈഡിനെ എങ്ങനെയാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുക? നമുക്കറിയാം, ഫാക്ടേഴ്സിനൊക്കെ നമ്മൾ ഫ്രാക്ഷനിൽ വരുന്ന സാധനങ്ങളൊക്കെ PBK ഫോമിൽ എഴുതാൻ കഴിയുന്ന സാധനങ്ങളെയൊക്കെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ മുമ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയെങ്കിൽ ഈ സൈഡിനെ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എങ്ങനെ മാറ്റാൻ സാധിക്കും? ഒരു സൈഡ് എങ്ങനെയാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. എ സൈഡ് ഈസ് സെറ്റ് ടു ബി ഇൻ സിംപ്ലസ്റ്റ് ഫോം ഇഫ് ഇറ്റ് ഹാസ് 3 ഫാക്ടേഴ്സ്. ഈ ഒരു സൈഡ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് എന്ന് പറയണമെങ്കിൽ ശേഷം വരുന്ന ഈ 3 ഫാക്ടറുകൾ അതിന് യോജിച്ച് വരണം. ഒന്ന്, സ്മാളസ്റ്റ് പോസിബിൾ ഇൻഡെക്സ് ഓഫ് ദി സൈൻ. അതിന് സൈനിൻ്റെ അതിന് സാധ്യമാകുന്ന ഏറ്റവും സ്മാളസ്റ്റ് പോസിബിളായ സൈനിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതിന് ഇനിയും ചെറുതാക്കാൻ പറ്റുന്ന ഒരു രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഇനി ചെറുതാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് വരേക്കുമുള്ള ഏറ്റവും സ്മാളസ്റ്റ് രൂപത്തിലേക്ക് അതിനെ മാറ്റണം. അതുപോലെ നോ ഫ്രാക്ഷൻ അണ്ടർ റാഡിക്കൽ സൈൻ. റാഡിക്കൽ സൈനിന് കീഴിലൊരു ഫ്രാക്ഷൻ ഉണ്ടാവരുത്. അതുപോലെ നോ ഫാക്ടർ ഫോം a⁻m where a is a positive integer under the radical sign and of index n. n ഇൻഡെക്സിൻ്റെ കീഴിൽ വരുന്ന ഒരു
എം എ റേസ് ടു എം എന്നുള്ള രൂപത്തിൽ എഴുതുന്ന ഒരു ഫാക്ടർ വരാൻ പാടില്ല. ഇവിടെ നമ്മൾ √3 × ക്യൂബ് റൂട്ട് 125/18 എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നത്. അത് നമ്മൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് 5/6 × √3 ക്യൂബ് റൂട്ട് 12 നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ്. ആദ്യം നമ്മൾ റാഡിക്കൻറ്റിന് ചെറുതാക്കിയതിന് ശേഷം വരുന്ന ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് ഒന്നുകൂടി വിശദമായി പറയാം. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് ആസ് പ്യുവർ സേഡ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഇത് സിംപ്ലസ്റ്റ് ഫോം പ്യുവർ സേഡിലേക്ക് മാറ്റാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അല്ലെ, എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ ഫോളോവിങ് ആസ് പ്യുവർ സേഡ് ഇൻ ദി സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. 2 × √7, 4 × √4 × √7, 3/4 × √32. ഇവിടെ 2 × √7 എന്നുള്ളതിനെ നമുക്കറിയാം, ഇത് ഒറിജിനൽ ഒരു സംഖ്യയാണ്. അപ്പോൾ സ്ക്വയർ റൂട്ടിലേക്ക് എഴുതുമ്പോൾ 2² വരും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം √2² × 7 ആയിരിക്കും. √2² പറഞ്ഞാൽ 4 ആണ്. 4 × 7 = 28. √28 ആണ് എഴുതിയിട്ടുള്ളത്. ഇത് √28 എന്നുള്ളത് പ്യുവർ സേഡാണ്. അപ്പോൾ ഈ 27 എന്നുള്ളത് നമ്മൾ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ്. അതിൻ്റെ പ്യുവർ സേഡിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഉദാഹരണം നമ്മൾ പരിശോധിക്കുക. 4 × √4 ആണുള്ളത്. 4ന് നമ്മൾ ആദ്യം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും 4/4 വരും. 4/4 25/6 × 7 നമ്മൾ എഴുതി. അതിനെ നമ്മൾ അതിൻ്റെ 256 × 7 എഴുതുമ്പോൾ 1792 √4 ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇത് ഇതിൻ്റെ പ്യുവർ സൈഡിലേക്കായി മാറിയിട്ടുണ്ട്. മറ്റൊരു ഉദാഹരണം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ 3/4 × √32 ആണ്. √32 ആണ്. അതിന് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി. അപ്പോൾ ഇതിന് നമ്മൾ അതിൻ്റെ സ്ക്വയർ എടുത്തു. 9, 4ൻ്റെ സ്ക്വയർ 16. ശേഷം നമ്മൾ അതിനെ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിതിന് ചെയ്ത് √18 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എക്സ്പ്രസ് മിക്സ്ഡ് സേഡ് ഇൻ ദി സിംപ്ലസ്റ്റ് ഫോം. ഇനി മിക്സ്ഡ് സേഡിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാനാണ് ഇനി നമുക്ക് പറയാനുള്ളത്. √128 ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. √128നെ നമ്മൾ അതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്കറിയാം √128നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് ഈ രൂപത്തിലേക്ക് എഴുതാം. 8 × 8, 8ൻ്റെ സ്ക്വയർ റൂട്ട് 8 × 8 64 ആണല്ലോ. അപ്പോൾ 8 പുറത്തേക്ക് എടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് 2 ആണ്. √2 അങ്ങനെ സിമ്പിളായി നമുക്ക് എഴുതാം. അപ്പോൾ ഇതൊരു മിക്സഡ് സൈഡാണ്, പക്ഷേ ഇത് സിംപ്ലസ്റ്റ് ഫോമിലുമാണ്. മുമ്പ് നമ്മൾ പറഞ്ഞത് ഒരു പ്യുവർ സൈഡിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നതാണ്. ഇനി ഇത് മിക്സഡ് സൈഡിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുന്നതാണ്. അപ്പോൾ ഈ 8 എന്നുള്ളത് 2 എന്നുള്ള ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതാക്കാൻ സാധിക്കുകയില്ല. അതേപോലെ 6 √ 320 ഇതിൽ നമുക്ക് ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ നടത്തി. 6 റൂട്ട് ആയതുകൊണ്ട് തന്നെ 2, 3, 4, 5, 6 × 5. അപ്പോൾ 6 റൂട്ട് ആയതുകൊണ്ട് നമ്മൾ ഇതിന് 2 എന്നുള്ളത് പുറത്തേക്ക് വരും. √5 മാത്രം ബാക്കിയായി. ഓക്കെ, അപ്പോൾ ഇത് മിക്സഡ് സൈഡായി. അടുത്ത് നമ്മൾ നോക്കാനുള്ളത് ക്യൂബ് റൂട്ട് 250 ആണ്. 250 നമ്മൾ മൾട്ടിപ്ലൈ ഫാക്ടറുകൾ എടുത്ത് എഴുതി. 5 × 5 × 5 × 2 ആണ്. ക്യൂബ് റൂട്ട് ആയതുകൊണ്ട് ഈ 5ൽ നിന്നും ഒരു 5 നമ്മൾ പുറത്തേക്ക് എടുത്തു. √3 × 2 ഇതാണ് ഇതിൻ്റെ മിക്സഡ് സൈഡിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം.
ഇനി നമുക്ക് 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ഓൺ സേർട്സിൽ വരുന്ന 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷനുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് ആദ്യം ചെയ്യാനുള്ളത്. ആസ് ഇൻ റാഷണൽ നമ്പർ സേർട്സ് ആർ ആഡഡ് ആൻഡ് സബ്ട്രാക്റ്റഡ് ഇൻ ദ സെയിം വേ. റാഷണൽ നമ്പറിലും ഒക്കെ നമ്മൾ പിന്നെ അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ നടത്തുന്നത് പോലെ തന്നെ സേർഡിലും നമ്മൾ അഡീഷൻ സബ്ട്രാക്ഷനും നടത്തുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 5 into root 3 plus 17 into root 3 ആണ്. ഈ റൂട്ട് 3 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യില്ല, ഇതിൻ്റെയുള്ള കോയിഫിഷ്യൻറ്റുകൾ പരസ്പരം കൂട്ടും. 5 + 17 = 22. 22 into root 3 അതുപോലെ നമ്മൾ എഴുതാണ് ചെയ്യുക. ഇവിടെ 12 into root 5 minus 5 into root 5 ആണ്. 12 നിന്നും -7 ചെയ്തതിന് ശേഷം കിട്ടുന്ന ആൻസർ 5 ആണ്. റൂട്ട് 7 അതുപോലെ റൂട്ട് 5നെ നമ്മൾ അതുപോലെ എഴുതും. 5 into root 5 ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ കോയിഫിഷ്യൻറ്റുകൾ പരസ്പരം കൂട്ടുകയും കുറയ്ക്കുകയുമാണ് ചെയ്യുക. കാരണം റൂട്ടിൽ എഴുതുന്ന റാഷണൽ ഫാക്ടറുകൾ എത്രയാണെന്ന് നമുക്ക് അറിയുകയില്ല. അതുകൊണ്ട് അത് നമ്മൾ ചെയ്യുകയില്ല, അത് അതുപോലെ എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റൂട്ട് 50 into root 2 into 88 ആണുള്ളത്. 288. ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് 5 into 5 into root 2 എഴുതി. പിന്നെ 12 into 2. അപ്പോൾ 5 ഇത് 12 നമ്മൾ പുറത്തേക്ക് എടുത്തു. അപ്പോൾ 5 + 12 = 17. പിന്നെ ബാക്കി ഉണ്ടായിരുന്ന root 2 നമ്മൾ അതുപോലെ എടുത്ത് എഴുതുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് റൂട്ട് 98 മൈനസ് റൂട്ട് 80 എന്നുള്ളത്. റൂട്ട് 99 നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. 7 into 7 into 2 ആണ്. 7 നമ്മൾ പുറത്തേക്ക് എടുത്ത് എഴുതി. ഇവിടെ ബാക്കി വന്നത് ഒരു 2 മാത്രമാണ്. റൂട്ട് 2 മൈനസ് 3 into 3 നിന്നും ഒരു 3 പുറത്തേക്ക് എടുത്തു. പിന്നെ റൂട്ട് 2 ആണുള്ളത്. 7 - 3 = 4. റൂട്ട് 2 അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. സിംപ്ലിഫൈ ഈച്ച് ഓഫ് ദ ഫോളോവിങ്. ഇവിടെ 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ്. 4 into root 6 plus 2 into root 54 ആണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന മെത്തേഡ് നോക്കാം. ആദ്യം നമ്മൾ 4 into root 6 plus 2 into 54 നമ്മൾ മാറ്റി എഴുതി, പ്രൈം ഫാക്ടറൈസ് ചെയ്ത് എഴുതി. അതുപോലെ ഇതിന് = 4 into 6 plus 6. ഇവിടെ 2 കോമൺ ആണ്, 2 കോയിഫിഷ്യൻ്റ് ആണ്. ഇവിടെ 4ഉം കോയിഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് 4 + 2 കൂട്ടിയതിന് ശേഷം നമ്മൾ 6 നമുക്ക് കിട്ടി. അതിനു മുമ്പ് 4 into root 6 plus 2 into root 54 ആണ് ഉണ്ടായിരുന്നത്. നമ്മളതിനെ ഈ രൂപത്തിലേക്ക് എഴുതി. 3 into 3 into 6 എന്നുള്ള 54നെ നമ്മൾ 3 into 3 into 6 എന്നുള്ള രൂപത്തിലേക്ക് എഴുതി. നമുക്ക് ഈ 3 എന്നുള്ളത് നമുക്ക് പുറത്തേക്ക് എടുത്ത് ഈ 2നോട് ഗുണിക്കുമ്പോൾ നമുക്ക് ഇവിടെ 6 കിട്ടുന്നു. ബാക്കിയാവുന്നത് ഈ റൂട്ട് 6 മാത്രമാണ്. ഇതേപോലെ എഴുതി. പിന്നെ 6ഉം + 4 ഈ 2ഉം കൂട്ടി നമുക്ക് 10 എന്ന് ലഭിക്കുന്നു. ഇവിടെ വരുന്ന 6 നമ്മൾ അതുപോലെ എടുത്തെഴുതുകയും ചെയ്തു. അതുപോലെ 55 into root 6 minus 3 into 260 എന്നുള്ളതാണ്. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 260 നമ്മൾ 6 into 6 into 6 എന്നുള്ള രൂപത്തിലേക്ക് എഴുതി. സ്ക്വയർ റൂട്ട് ആയതുകൊണ്ട് തന്നെ ഒരു 6 മാത്രം നമ്മൾ എടുക്കുന്നുള്ളൂ. 3 into 6 ചെയ്ത് 18. 3 into 6 = 18. റൂട്ട് 6 ഇതുപോലെ തന്നെ എഴുതി. ഇപ്പുറത്തെ സംഖ്യയിൽ റൂട്ട് 6 ക്ലിയർ ആണ്. 45 - 18 = 27 into root 6. ഓക്കെ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇൻ സേർട്സിൽ വരുന്ന മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനുമാണ് ഇനി പറയുന്നത്. 2 സേർട്സ് ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ഇഫ് ദേ ആർ ഓഫ് ദി സെയിം ഓർഡർ.
we have read that the order of the a set can be changed by the multiplying or dividing the index of the set and index of the radicand by the same positive number. Before multiplying or dividing, we change them to the set of the same order. ഈ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരേ പോലെ ആക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ പറഞ്ഞു റാഡിക്കൻറ്റിലും ഓർഡറിലും ഒരേ സംഖ്യകൾ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സംഖ്യയിൽ വാല്യൂ ചേഞ്ച് ആവുന്നില്ല എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ രണ്ടും ഒരേപോലെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ മൾട്ടിപ്ലൈ ഡിവിഷനും നടത്തുക. ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. √3 × √2 √3 നമുക്ക് നേരെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. √3 × √2 = √6. കാരണം ഇത് രണ്ടും സ്ക്വയർ റൂട്ടാണ്, ഒരേ ഓർഡറാണുള്ളത്. രണ്ടിനെയും സ്ക്വയർ റൂട്ട് ക്ലിയർ ആണ്, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല. അതേപോലെ ഇത് ഇവിടെയും ഓർഡർ ക്ലിയർ ആണ്. ഇവിടെയും സ്ക്വയർ റൂട്ടാണ് രണ്ടിലും വരുന്നത്, അതുകൊണ്ട് ഇവിടെയും നമുക്കൊന്നും ചെയ്യാനില്ല. 12 സ്ക്വയർ റൂട്ട് 12 സ്ക്വയർ റൂട്ട് 2 ആണ്. നേരെ ഹരിച്ചതിന് സ്ക്വയർ റൂട്ട് 6 നമുക്ക് ആൻസർ ലഭിക്കുന്നു. ഇനി ഈ ഓർഡറിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ സ്ക്വയർ റൂട്ടാണ്, ഇവിടെ ക്യൂബ് റൂട്ടാണുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് രണ്ടിനെയും ഓർഡർ ഈക്വൽ ആക്കുന്നതിന് വേണ്ടി സെയിം സംഖ്യകൾ കൊണ്ട് രണ്ടിനെയും ഗുണിക്കണം. ഇവിടെ നമുക്ക് 3 എന്നുള്ളിടത്ത് √3 ഇവിടെ സ്ക്വയർ റൂട്ടാണുള്ളത്. 2 × 3 ഒരു 3 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 6 ആവും. അതേ സംഖ്യ നമ്മൾ റാഡിക്കൻറ്റിലും ആഡ് ചെയ്യും, 3 ഇവിടെ ആഡ് ചെയ്യും. ക്യൂബ് റൂട്ട് 3 × ക്യൂബ് റൂട്ട് 27 ആണ്. ഇപ്പോൾ √27 നമ്മൾ ഇവിടേക്ക് എഴുതുന്നു. √6 ആയിരിക്കും ഓർഡറായിട്ട്, 6 ആണ് ഓർഡറായിട്ട് ഇവിടെ വരുന്നത്. ഇതുപോലെ ഇവിടെയും നമ്മൾ ക്യൂബ് റൂട്ട് × 2 എന്നുള്ളിടത്തും നമ്മൾ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യും. 3 ഇവിടെ ക്യൂബ് റൂട്ട് × 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 നമുക്ക് ലഭിക്കുന്നു. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ സംഖ്യകൾ കൊണ്ട് നമ്മൾ ഈ റാഡിക്കൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യും. 2 × 2 = 4. അപ്പോൾ √4 കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഓർഡർ ക്ലിയർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെയും 6 ആണ്, ഇവിടെയും 6 ആണ്. ഇനി നമുക്ക് സാധാരണ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ നേരെ ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ √3 × ക്യൂബ് റൂട്ട് സ്ക്വയർ റൂട്ട് 3 × ക്യൂബ് റൂട്ട് 2 എന്നുള്ളത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അത് ഈ രൂപത്തിലേക്ക് എഴുതിയിട്ടുണ്ട്. √6 × 27 √6 × 4 എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. അതിനെ ഈ 27 × 4 നമ്മൾ നേരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √108 ആണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഓർഡറുകൾ ക്ലിയർ ആക്കിയതിന് ശേഷമാണ് മൾട്ടിപ്പിൾ ഡിവിഷൻ നമ്മൾ നടത്തേണ്ടത്. ഇവിടെ നമ്മൾ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലൈ 5 × 3 × ക്യൂബ് റൂട്ട് 16 11 × ക്യൂബ് റൂട്ട് 14 ആണ്. ഇവിടെ റൂട്ട് ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ 5 × 11 ചെയ്യും. അതേപോലെ നമുക്ക് പിന്നെ ഇതിനെ നമ്മളൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് രൂപത്തിലേക്ക് എഴുതി. ക്യൂബ് റൂട്ടിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് എടുക്കാവുന്ന സംഖ്യകൾ നമ്മൾ എടുത്തു. ഇവിടുന്ന് ഒരു രണ്ടിനെയും നമ്മൾ പുറത്തേക്ക് കൊടുത്തു, ഇതിൽ നിന്നും രണ്ടിനെയും പുറത്തേക്ക് കൊടുത്തു. അതേപോലെ അപ്പോൾ രണ്ടുകൾ നമുക്ക് ഈ രണ്ട് സംഖ്യകളിൽ നിന്നും ക്യൂബ് റൂട്ട് ആകുമ്പോൾ മൂന്ന് പേരിൽ നിന്നും മൂന്നെണ്ണമുള്ള ഒരു പേരിൽ നിന്നും ഒരു ഗ്രൂപ്പിൽ നിന്നും ഒന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 2 നമ്മൾ എടുത്തു. അതേപോലെ ഇവിടെ 3 എണ്ണമുള്ള ഒരു ഗ്രൂപ്പിൽ നിന്ന് 2നെ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതും ശരിക്കുള്ള സംഖ്യകളാണ്. അപ്പോൾ ഇതിന് 4നെയും നമ്മൾ ഈ 4 സംഖ്യ 55 × 2 × 2 ഇതിന് ഗുണിക്കുമ്പോൾ 220 കിട്ടുന്നു. ബാക്കിയാവുന്ന സംഖ്യ √2 × √5 ആണ്. √2 × √5 = √10 ഓർഡർ. അതുപോലെ നമ്മൾ ഇതുപോലെ എടുത്തെഴുതുന്നു. ഓക്കെ, സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ സിംപ്ലസ്റ്റ് ഫോം. ഇതിൻ്റെ ഡിവിഷന് നമ്മളിവിടെ പറയാൻ വിട്ടുപോയി. ഡിവിഷന് നമുക്ക് ഇതേപോലെ നമ്മൾ മാറ്റി ശേഷം 13 സ്ക്വയർ 13 സ്ക്വയർ ആണ് 169/5 ആണ്. അതുപോലെ നമ്മൾ എടുത്ത് എഴുതി. ഇവിടെ 15/6 നമ്മൾ സിംപ്ലസ്റ്റ് ഫോം ആണല്ലോ 5/2 ആ രൂപത്തിലേക്ക് മാറ്റിയതാണ്. ഇവിടെ
ഇനി സിംപ്ലിഫൈ ആൻഡ് എക്സ്പ്രസ് ദ റിസൾട്ട് ഇൻ സിംപ്ലസ്റ്റ് ഫോം. ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് എൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 3 എണ്ണമുള്ള ഒരു സംഖ്യയാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ഇത് 3 ഗുണിച്ചതിന് ശേഷം സിംപ്ലിഫൈ ഏറ്റവും അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റണം. 2 × 50 ഇൻറ്റു റൂട്ട് സ്ക്വയർ റൂട്ട് ഇൻറ്റു 32 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു സ്ക്വയർ റൂട്ട് 72 എന്നുള്ളത്. ഇതിൻ്റെ ഒക്കെ ഒരേ ഓർഡർ ക്ലിയർ ആണ്, 2 ഓർഡർ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് 2 × 50 എന്നുള്ളത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഒരു 5 നമുക്ക് പ്രത്യേകം കിട്ടും. അപ്പോൾ 2 × 5 = 10 √2 എന്നുള്ള രൂപത്തിൽ നമുക്ക് എഴുതി. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു ജോഡിയിൽ നിന്നും ഒരു 2നെയും ഈ ജോഡിയിൽ നിന്നും 2നെയും എടുക്കുമ്പോൾ നമുക്ക് 4 കിട്ടും. പിന്നെ ബാക്കി വരുന്ന ഒരു 2 നമ്മൾ ഇതുപോലെ എടുത്ത് എഴുതി. അതുപോലെ 72 എന്നുള്ളതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ 2 × 6 × 36 ആണല്ലോ. 36 × 2 ആണ് 72 വരുന്നത്. അപ്പോൾ 6നെ നമ്മൾ ഇതേപോലെ എടുത്ത് എഴുതി. 2 × 6 = 12. ബാക്കി വരുന്ന √2 എന്നുള്ളത് നമ്മൾ ഇതുപോലെ എഴുതി. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആൻസറുകൾ കിട്ടിയ ഇതിൻ്റെ ഈ ആൻസറുകൾ പരസ്പരം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 10 × 4 × 12 = 960. ബാക്കി വരുന്ന √2 അതുപോലെ നമ്മൾ കൃത്യമായിട്ട് എടുത്തെഴുതുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ വീക്ഷിച്ചതിന് നന്ദി. താങ്ക് യു വെരി മച്ച്.